അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ സൂപ്രണ്ട് പാസ്റ്റർ പോൾ തങ്കേയുമായി ഹല്ലേലൂയ നടത്തിയ അഭിമുഖത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. പാസ്റ്റർ പോൾ തങ്കേയുടെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചിട്ട് 50 വർഷത്തോളമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ 47 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയോടെ തനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവാണ്. തൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഷെയർ ചെയ്യുവാൻ ഒരിടമായിരുന്നു പ്രിയ മാതാവ്. 2 വർഷം മുമ്പ് ആ മാതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഈ 47 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത് നിരവധി പ്രതിസന്ധികളും വേദനകളും തകർച്ചകളും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പരിശോധിച്ചാലും ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു വലിയ ലീഡർ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും വലുതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം 90ഓളം രാജ്യങ്ങളിൽ സഞ്ചരിച്ച സുവിശേഷ പ്രഭാഷണങ്ങൾ നടത്തി, ലീഡർഷിപ്പ് പരിശീലനങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ പരിശീലനങ്ങളിലൂടെ 2 ലക്ഷം ആളുകളാണ് ക്രൈസ്തവ ലീഡർഷിപ്പ് ട്രെയിനിങ് സ്വീകരിച്ചത്. മാത്രവുമല്ല 900ഓളം സഭകൾ അദ്ദേഹം നേരിട്ട് സാമ്പത്തിക സഹായം നൽകിയും ഒക്കെയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലുള്ള സഭകളുണ്ട്, നേപ്പാളിലുണ്ട്, കൂടാതെ ശ്രീലങ്കയിലും സഭകളുണ്ട്. ഇത്ര വിശാലമായ നിലയിൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സഭാ നേതൃത്വത്തിൽ ഉള്ള ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പോൾ തങ്കയുടെ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ സഭകൾ ഉണ്ടായിരിക്കുന്നത് നേപ്പാളിലും കർണാടകയിലുമാണ്. നേപ്പാളിലെ കാര്യം ആദ്യം പറയാം. നേപ്പാളിൽ ഏകദേശം 110 സഭാ ഹാളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക പിന്തുണയിലൂടെ ഉണ്ടായിട്ടുണ്ട്. ആ സഭകളെല്ലാം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. മാത്രമല്ല ഓരോ ലോക്കൽ സഭയും കുറഞ്ഞത് 10 ഔട്ട്റീച്ചുകളെങ്കിലും പുതുതായിട്ട് കണ്ടെത്തണമെന്നുള്ളതാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ വിശാലമായി കൊണ്ടേയിരിക്കുന്നു. എന്താണ് നേപ്പാളിലേക്ക് പോകുവാനുള്ള കാരണം? പ്രത്യേകമായ ഒരു ദൈവിക നിയോഗം ലഭിച്ചിട്ടാണ് അദ്ദേഹം നേപ്പാളിലെ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറയുന്നു. ഇന്ദിരാനഗറിൽ അദ്ദേഹത്തിന്റെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ആ ആലയം വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് അവിടെയുള്ളത്. 30,000-ഓളം ആളുകൾ, 40,000-ഓളം ആളുകളൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ ഉൾക്കൊള്ളുവാനായിട്ടുള്ള സൗകര്യം അവിടെയില്ല. പല സെഷനുകളായിട്ടാണ് ആരാധന ഓരോ ഞായറാഴ്ചയും നടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെ 6ഉം 7ഉം 8ഉം ഒക്കെ ആരാധനകൾ നടക്കേണ്ടി വരുന്നു. ഓരോ ആരാധന കഴിയുമ്പോഴും 45 മിനിറ്റെങ്കിലും ക്രമീകരണങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു. മാത്രവുമല്ല കടന്നു വരുന്ന വിശ്വാസികൾ ദീർഘസമയം ആരാധനയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പലരും സഭ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ വിശാലമായ ഒരു സംവിധാനം സഭയ്ക്ക് വേണ്ടി ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടുകൂടെ 1.5 ഏക്കറോളം സ്ഥലം സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പോയി കണ്ടെത്തുകയും അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആ സ്ഥലം ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണയാക്കുന്നതിന് തീരുമാനമെടുക്കുകയും അഡ്വാൻസ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ പാസ്റ്റർ പോൾ തങ്കയും സഹപ്രവർത്തകരും അവിടെ പോയി ആ സ്ഥലമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനും സ്ഥലം ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ ചുറ്റി നടന്ന് കാണുന്നതിനിടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. നേപ്പാളിൽ പോകുക, സഭകൾ സ്ഥാപിക്കുക. ഇതാണ് അദ്ദേഹം കേട്ടത്. അദ്ദേഹം തന്റെ ആ സ്ഥലം കാണുന്നത് അല്പം ഒന്ന് സ്ലോ ചെയ്തു. വീണ്ടും ആ ശബ്ദം ഉണ്ടാകുകയാണ്, നേപ്പാളിൽ പോകുക. ദൈവശബ്ദം കേട്ടെങ്കിലും അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് എൻ്റെ സഭ വിശാലമാക്കണം, ഇവിടെ ഈ ലാൻഡ് വാങ്ങണം. ഇപ്പോൾ നേപ്പാളിൽ പോയി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അപ്രായോഗ്യമാണ്. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അദ്ദേഹത്തിന് ഉണ്ടായി, നേപ്പാളിലേക്ക് പോകുക. സ്ഥലം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം തൻ്റെ സഭയുടെ ലീഡേഴ്സ്, എൽഡേഴ്സ്, സഹപ്രവർത്തകർ അവരോട് പറഞ്ഞു, നമ്മൾ ഈ ലാൻഡ് വാങ്ങുന്നില്ല. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അഡ്വാൻസ് കൊടുക്കത്തക്ക നിലയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതാണ്. സഭയ്ക്ക് പണം കയ്യിലുണ്ട്. ഇത് വാങ്ങിയാൽ മാത്രം മതി, അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് സഭയ്ക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പക്ഷേ പോൾ തങ്കയ്യ പറഞ്ഞു, നമ്മൾ നേപ്പാളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ആഹ്വാനം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേപ്പാളിലേക്ക് പോകുന്നു. നേപ്പാളിലെ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ലാൻഡ് വാങ്ങുവാൻ വെച്ചിരിക്കുന്ന പണം ഉപയോഗിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം നേപ്പാളിലേക്ക് പോകുന്നത്. 110 സ്ഥലങ്ങളിൽ സഭകൾ പണിയുവാൻ, അവിടുത്തെ വേല വിശാലമാക്കുവാൻ ദൈവം തനിക്ക് നൽകിയ നിയോഗത്താൽ അത് ഏറ്റെടുത്തതിനാൽ സാധിച്ചു എന്ന് പോൾ തങ്കയ്യ നമ്മളോട് പറയും. ഇനി കർണാടകയിലേക്ക് വന്നാൽ
കർണാടകയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2300 ലോക്കൽ സഭകളാണ് കർണാടകയിലുള്ളത്. പോൾ തങ്കയ്യ കർണാടക AGയുടെ ചെയർമാനായി ചുമതലയേൽക്കുന്ന സമയത്ത് 300 സഭകൾ മാത്രമാണ് കർണാടകയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അത് പുതിയ 2000 സഭകൾ കൂടെ ആരംഭിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. കർണാടകയുടെ ചുമതല ഏറ്റുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം ഇപ്രകാരമായിരുന്നു: ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്. അതായത് പെന്തക്കോസ്തിന്റെ ആദിമ അനുഭവങ്ങളിലേക്ക് സഭ നടത്തപ്പെടണം എന്നുള്ള ഒരു നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഗൈഡൻസ് ലഭിച്ചതനുസരിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കർണാടകയിലുള്ള എല്ലാ പാസ്റ്റേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും സഭയുടെ എൽഡേഴ്സിനെയും ലീഡേഴ്സിനെയും എല്ലാവരെയും ഒന്നിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്ന് ഒരു 3 ദിവസം പെന്തക്കോസ്തിനെ കുറിച്ച്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നിയോഗം ലഭിക്കുകയാണ്. അദ്ദേഹം അതിന് ഒരു പ്ലാൻ തയ്യാറാക്കി. തൻ്റെ ലോക്കൽ സഭയുടെ ഭരണ സംവിധാനവുമായി ഇത് ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവരതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി. ആ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപ ചിലവ് വരുമെന്നുള്ളതാണ്. അതായത് എല്ലാ ലോക്കൽ സഭകളുടെയും പാസ്റ്റേഴ്സ്, കുടുംബങ്ങൾ, അവരുടെ സെക്രട്ടറിമാരെ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം വഹിക്കുന്ന മറ്റുള്ളവരെ, അവരുടെ കുടുംബങ്ങളെ എല്ലാം കൂടെ, എൽഡേഴ്സിനെ എല്ലാം ഒന്നിച്ച് കൂട്ടി വരുത്തി 3 ദിവസം ഒരു ക്യാമ്പ് നടത്തണമെങ്കിൽ കുറഞ്ഞത് 80 ലക്ഷം രൂപ ചിലവ് വരും. എങ്ങനെ പണം കണ്ടെത്തും? അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. എങ്ങും എത്തിയില്ല. അവസാനം അദ്ദേഹം തീരുമാനമെടുത്തു തൻ്റെ ചെലവിൽ ഈ കാര്യങ്ങൾ നടത്തുക. അദ്ദേഹം തൻ്റെ CFOയെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, സഭയുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 80 ലക്ഷം രൂപയാണുള്ളത്. എനിക്ക് 70 ലക്ഷം രൂപ അതിൽ നിന്ന് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, സഭയ്ക്ക് ഏകദേശം 100ഓളം സ്റ്റാഫുണ്ട്, ശമ്പളം കൊടുക്കേണ്ടതുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. അവരുടെ തടസ്സവാദങ്ങളെ എല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പണം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ലോക്കൽ സഭയുടെ ഫണ്ടിൽ ഉണ്ടായിരുന്ന പണമെടുത്ത് ഈ 3 ദിവസത്തെ കോൺഫറൻസ് നടത്തി. 4000 ആളുകൾ ഒന്നിച്ച് ആ കോൺഫറൻസിൽ പങ്കെടുത്തു. തുടർമാനമായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും നിരന്തരമായി പ്രസംഗിച്ചു. പെന്തക്കോസ്റ്റൽ ഫയറിനെ കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ ആളുകളെല്ലാം ചാർജ് ചെയ്യപ്പെട്ടു. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ആത്മവരങ്ങൾ പ്രത്യക്ഷമായി. വലിയ ഉണർവിലേക്ക് സഭ നയിക്കപ്പെടുവാനിടയായി തീർന്നു. ഇവർ ഓരോ ജില്ലയിലേക്കും പോയതിൻ്റെ പുറകെ അദ്ദേഹം ഓരോ ജില്ലയിലും ഈ പെന്തക്കോസ്റ്റ് ഫയർ കോൺഫറൻസുകൾ അദ്ദേഹം നടത്തി. അങ്ങനെ നടത്തിയ കോൺഫറൻസുകളിൽ AGയിലെ മുഴുവൻ ആളുകളെയും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിച്ചു. ജില്ല തോറും നടത്തിയ ഈ സമ്മേളനങ്ങൾ വൻ വിജയമായി മാറി. മാത്രവുമല്ല, AGയിലെ മുഴുവൻ ആളുകളും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് കർണാടകയുടെ ചരിത്രത്തിൽ അത്ഭുതകരമായൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീടുണ്ടായ സഭാ വളർച്ചയുടെ എല്ലാം അടിത്തറ ഈ ഉണർവായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങളെ നോക്കിക്കാണുവാനും തനിക്ക് ലഭിക്കുന്ന നേതൃത്വപരമായ അവസരങ്ങൾ പ്രയോജനകരമായ നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് പോൾ തങ്കയ്യയെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടകയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, കർണാടകയിൽ സഭാ ഹാളുകൾ നിർമ്മിക്കണം. വിവിധ സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഒക്കെ സഭാ ഹാളുകൾ നിർമ്മിക്കണം. അദ്ദേഹത്തിന് ഒരു ദർശനം ലഭിക്കുന്നു. അദ്ദേഹം അതിനനുസരിച്ച് തൻ്റെ സഭയിൽ തൻ്റെ ലീഡേഴ്സിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നമുക്ക് കർണാടകയിൽ ലഭ്യമാകുന്നത്രയും സ്ഥലങ്ങളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് അന്ന് സ്ഥലങ്ങൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് ലാൻഡ് വാങ്ങണം. സഭയ്ക്ക് ഈ ദർശനം പകർന്നു കൊടുത്തു. ലാൻഡ് വാങ്ങുക മാത്രം ചെയ്യുക, തൽക്കാലം ബിൽഡിംഗ് ഒന്നും പണിയണ്ട, സഭ വളർന്നു വരുമ്പോൾ ബിൽഡിംഗ് പണിതാൽ മതി, ആദ്യം ലാൻഡ് വാങ്ങുക. അദ്ദേഹത്തിൻ്റെ ആ ദർശനം സഭ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി നിരന്തരം, ആ പ്രൊജക്റ്റ് വളരെ ഗംഭീരമാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ആരംഭിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്ന ഒരു ഞായറാഴ്ച അദ്ദേഹം അനൗൺസ് ചെയ്തു, അടുത്ത ഞായറാഴ്ച ഈ സഭയിൽ ഈ ആവശ്യത്തിന് വേണ്ടി ഒരു സ്തോത്രകാഴ്ച എടുക്കും. ആ സ്തോത്രകാഴ്ച ഒരു കാരണവശാലും ആരും പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ഇടാൻ പാടില്ല. റെഡി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, അങ്ങനെ പണം നൽകണം. പ്രാർത്ഥനാപൂർവം ആ സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറായി. അത്ഭുതകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. ആ ഒറ്റ സ്തോത്രകാഴ്ചയുടെ എമൗണ്ട് അദ്ദേഹം പറയുന്നു.
4.5 കോടി രൂപയാണ് ഒറ്റ ഞായറാഴ്ച സ്തോത്രകാഴ്ചയായി ആ സഭയിൽ വീണത്. ആ തുകയിൽ 1 രൂപ പോലും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ തൻ്റെ ലോക്കൽ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കാതെ കർണാടകയുടെ വിവിധ സ്ഥലങ്ങളിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് വേണ്ടി ലാൻഡുകൾ വാങ്ങിയിടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വാങ്ങിയ ലാൻഡുകളിൽ ഇന്ന് 200-ലധികം സഭാ ഹാളുകൾ നിർമ്മിക്കപ്പെട്ടു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, പോൾ തങ്കയ്യ കഴിഞ്ഞ 26 വർഷമായിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ബിരിയാണി ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ആരോഗ്യ കാര്യങ്ങളിൽ അതുപോലെ അദ്ദേഹം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. എന്നിട്ടും അദ്ദേഹത്തിന് 2016 ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. നമുക്ക് ആ കഥയിലേക്ക് വരാം. അതിനു മുമ്പ് ഹല്ലേലൂയ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിന്റെ ഒരു ചെറിയ പരസ്യം കുറഞ്ഞ സമയത്തിനകം കാണുക. അതിനുശേഷം കഥ തുടരാം. ആത്മീയ ശുശ്രൂഷകളിൽ സന്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രസംഗകനാണോ താങ്കൾ? പ്രസംഗിക്കുവാൻ താല്പര്യമുണ്ടോ? വേദപുസ്തകം കൃത്യമായി പഠിക്കുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പാസ്റ്റർ OG ശാമുവേൽ രചിച്ചിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഈ ഗ്രന്ഥം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. 72 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് പ്രസംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിന്റെ ഓരോ പേജും പ്രസംഗങ്ങളാണ്. 100 കണക്കിന് പ്രസംഗങ്ങൾ ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ വില 1000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് സന്ദേശമായിട്ട് നിങ്ങളുടെ അഡ്രസ് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഈ പുസ്തകം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി മറ്റൊരു മനോഹര ഗ്രന്ഥം കൂടെ നൽകുന്നു. ദാവീദിനെ കുറിച്ചുള്ള 17 പ്രസംഗങ്ങൾ അടങ്ങിയ ഡോക്ടർ സണ്ണി ഫിലിപ്പിന്റെ മനോഹരമായ ഗ്രന്ഥം ഇതോടൊപ്പം സൗജന്യമായി നൽകുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. പോൾ തങ്കയ്യ സാധാരണ ദിവസങ്ങളിൽ 3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ പലപ്പോഴും അത്രയും പോലും സമയം അദ്ദേഹത്തിന് ഉറങ്ങുവാനോ വിശ്രമിക്കുവാനോ ലഭിക്കാറില്ല. കഠിനമായ അധ്വാനം, തുടർച്ചയായ യാത്രകൾ, ഇതൊക്കെയാണ് വലിയൊരു ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും ഇങ്ങനെ തിരക്കേറിയതാണ്. എന്നാൽ ഈ തിരക്കുകളെല്ലാം ഉള്ളപ്പോഴും അദ്ദേഹം ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ്. സ്ഥിരമായി ജിമ്മിൽ പോകും, സൈക്കിൾ ചവിട്ടും. അങ്ങനെ തൻ്റെ ശരീരം ഫിറ്റായി സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. പല പാസ്റ്റേഴ്സിനും മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണ്. പാസ്റ്റേഴ്സ് പലപ്പോഴും അവഗണിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ പോൾ തങ്കയ്യ തൻ്റെ ശരീരം വളരെ ഫിറ്റായി സൂക്ഷിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു വീടുകളിലും പോയി ഭക്ഷണം കഴിക്കാറില്ല. തൻ്റെ സഭയിലെ വീടുകളിൽ അദ്ദേഹം സന്ദർശനം നടത്താറില്ല. വളരെ അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ചില വിവാഹങ്ങളിലോ സംസ്കാര ശുശ്രൂഷകളിലോ മാത്രമേ അദ്ദേഹം സഭയുടേതിൽ പങ്കെടുക്കാറുള്ളൂ. അതിനെല്ലാം വലിയ സംവിധാനങ്ങൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഒരു വിവാഹ വിരുന്നിലും അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല. ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ബിരിയാണി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. പക്ഷേ 26 വർഷമായി ബിരിയാണി കഴിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2016 4 തവണ മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പൾസ് റേറ്റ് താണു വരികയാണ്. ഡോക്ടേഴ്സ് തമ്മിൽ പറഞ്ഞു അദ്ദേഹം മരണത്തോട് അടുക്കുകയാണ്. അദ്ദേഹം അത് കേട്ടു. അങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു, കരയുകയല്ല. അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകൾ ഇതാണ്: ഇന്ത്യ വിൽ ബി വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടും. ഇന്ത്യ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടും. അദ്ദേഹം സൗഖ്യമായപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഹൈന്ദവ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ അവസാനമായി പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടും. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പാസ്റ്റർ പോൾ തങ്കയ്യയുടെ ജീവിതവും ദർശനവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും എത്ര തീവ്രമായി ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനു വേണ്ടിയും ഇന്ത്യയിലെ ഉണർവിനു വേണ്ടിയും ഒരുക്കപ്പെട്ടതാണ്, എത്ര ആവേശത്തോടുകൂടെ അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ജീവിതം അവസാനിക്കുവാൻ പോകുന്നതിൻ്റെ അവസാന നിമിഷത്തിലും ഭാരതത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹം അതാണ്. സഭാഭരണവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാനാവാത്തത്രയും ജോലികൾ അദ്ദേഹത്തിനുണ്ട്. എത്തിപ്പെടാൻ ഇനിയുമേറെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം തിരക്കുകളുള്ള ഈ മനുഷ്യൻ വ്യത്യസ്തമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് അത്ഭുതാവഹമാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന ഇന്ത്യയിലെ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകത്തിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് കയറിക്കൂടിയിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ? ഇന്ത്യയിലെ ബസ് സെല്ലിംഗ് CD-കളുടെ ആർട്ടിസ്റ്റ് ആയിട്ടാണ്
അദ്ദേഹത്തിന്റെ പേരവിടെ എത്തിയിട്ടുള്ളത്. അതായത് ധാരാളം ഗാനങ്ങൾ എഴുതുവാൻ ഇദ്ദേഹം സമയം കണ്ടെത്തും. ആ ഗാനങ്ങൾ മനോഹരമായി ആലപിച്ച് ആൽബങ്ങൾ നിർമ്മിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവാണ്. ഇങ്ങനെ അദ്ദേഹം എഴുതിയ നിരവധി ഗാനങ്ങൾ വേൾഡ് ഫേമസ് ആണ്, പോപ്പുലർ ആണ്. നമ്മൾ ഒക്കെ പാടുന്ന ഒരു ഗാനമുണ്ടല്ലോ, ഹല്ലേലൂയ ഹോശന്ന. ആ ഗാനം പാസ്റ്റർ പോൾ തങ്കയ്യ രചിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ CD, തമിഴ് CD ഇറക്കുമ്പോൾ അതിന്റെ നിർമ്മാതാക്കൾ പറഞ്ഞു, പാസ്റ്ററുടെ CD ഒരു 50-100 കോപ്പി എടുത്താൽ മതിയായിരിക്കും, ഇതൊന്നും അധികം ചെലവാകത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ദൈവസന്നിധിയിലിരുന്നു. കർത്താവ് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാ നിനക്ക് പാട്ട് തന്നത്? കർത്താവ്. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്ന ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. ആ CD-യുടെ 2.5 ലക്ഷം കോപ്പികളാണ് 40 ദിവസത്തിനകം വിറ്റഴിഞ്ഞത്. അതിന്റെ നിർമ്മാതാക്കൾ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യയിലെ ഒരു റെക്കോർഡ് വിൽപ്പനയായി അത്. ഇന്ത്യയിലെ പ്രമുഖ സംഗീതജ്ഞരിൽ ഒരാളായ AR റഹ്മാനോടൊക്കെയാണ് അദ്ദേഹത്തിന്റെ CD മത്സരിച്ചത് എന്നുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ പോൾ തങ്കയ്യ അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നുള്ള സഹായങ്ങളുമായി വയനാട്ടിലെത്തി ആ ദേശം സന്ദർശിക്കുകയും ആളുകളെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ഒരു ഗാനം കൊടുത്തു. ആ ഗാനം അദ്ദേഹം വളരെ മനോഹരമായി ആലപിച്ച് അത് യൂട്യൂബിൽ ലഭ്യമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഗാനങ്ങൾ ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാകാം, ചിലപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോഴാകാം, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴാകാം, ദൈവം തനിക്ക് വരികൾ നൽകുന്നു, താൻ അത് എഴുതുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ നിരവധി കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസന്റെ ജീവിതം നമ്മുടെ മുൻപിൽ ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ വിമർശിക്കുവാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിലും ഇന്ത്യയുടെ സഭാവളർച്ചയിലും നിർണായകമായ പങ്കുവഹിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഒരു കാര്യം കൂടെ, ആ ഇന്റർവ്യൂവിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മലയാളികളെ കുറിച്ച് പറയുന്നുണ്ട്. മലയാളി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കുറിച്ച് അദ്ദേഹം പറയുന്നത്, ദൈവസ്നേഹമുള്ള, സഭയെ സ്നേഹിക്കുന്ന, കർത്തൃദാസന്മാരെ സ്നേഹിക്കുന്ന അപ്പച്ചന്മാരും മലയാളി അപ്പച്ചന്മാരും അമ്മച്ചിമാരും. അദ്ദേഹം അതിന് പ്രത്യേകമായി പറയുന്നത് അവരുടെ മടിക്കുത്തിൽ ATM ഉണ്ടെന്നാണ് പറയുന്നത്. അത് തുറന്ന് ഏതവസരത്തിലും ദൈവവേലയ്ക്ക് വേണ്ടി എടുത്തുകൊടുത്ത് മോനെ എന്ന് വിളിക്കുന്ന അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും മലയാളി സമൂഹത്തെയും അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പോൾ തങ്കയ്യയുമായിട്ട് നോഹ സാം നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഹല്ലേലൂയ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പൂർണ്ണമായി കാണാം. ഞാൻ ഈ 2 വീഡിയോകളിലൂടെ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വേറെയും നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായിട്ട് ആ ഇന്റർവ്യൂവിലുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നത്.